السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله مولانا العظيم. ഞാൻ ഇപ്പോൾ ഓതി കേൾപ്പിച്ച ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറക്കപ്പെട്ട ആയത്താണ്. ഈ ആയത്തിന്റെ ശേഷം പരിശുദ്ധ ഖുർആനിൽ ഒരായത്തും ഇറങ്ങിയിട്ടില്ല. ഏറ്റവും അവസാനത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇത് ചുരുക്കാർത്ഥം വത്തഖൂ യൗമൻ, നിങ്ങളെല്ലാം ഒരു ദിവസം സൂക്ഷിച്ച് ജീവിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെല്ലാം ആ ദിവസത്തിൽ റബ്ബിലേക്ക് മടക്കപ്പെടും. അങ്ങനത്തെ ഒരു ദിവസം സൂക്ഷിച്ച് നടന്നോളി, അതാണ് നിങ്ങൾക്ക് നല്ലത്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, പിന്നെ ആ ദിവസത്തിൽ ഓരോ വ്യക്തി ചെയ്ത അതിന്റെ പ്രതിഫലം, ഗുണമാണെങ്കിൽ ഗുണം, ദോഷമാണെങ്കിൽ ദോഷം, അത് ശരിക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. അതിന്റെ ജത നൽകപ്പെടും ആ ദിവസത്തിൽ. അങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്കെല്ലാം വരാനുണ്ട് എന്ന് സൂക്ഷിച്ച് നടന്നോളി എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞ ചുരുക്കസാരം. പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും അവസാനത്തെ ആയത്താവുമ്പോൾ അത് വളരെയധികം ഗാംഭീര്യമുള്ളതായിരിക്കും, അതിന്റെ ആശയം വളരെ ഗൗരവമുള്ളതായിരിക്കും എന്നത് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിന്റെ അർത്ഥം ലോകത്തോട് സാക്ഷിയതാണ്. നിങ്ങൾക്കെല്ലാം ഒരു ദിവസം അഭിമുഖീകരിക്കും. ആ ദിവസം സൂക്ഷിച്ച് നടക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ കുഴങ്ങും. ആ ദിവസത്താണ് നിങ്ങൾക്കുള്ള പ്രവർത്തനത്തിന്റെ ജസ നൽകപ്പെടൽ. ആ ജസ നൽകപ്പെടുമ്പോൾ വഹും ലാ യുലമൂൻ, ആരോടും അനീതിയും അക്രമവും പ്രവർത്തിക്കൂല. അപ്പൊ കുറ്റം ചെയ്ത ആളുകൾക്ക് അതിന്റെ കണക്കിലേറെ ശിക്ഷ നൽകുക എന്നതില്ല. സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് അവർക്ക് നൽകപ്പെടേണ്ടുന്ന ജസ അത് ചുരുക്കി അങ്ങനെ ന്യായക്കേട് ചെയ്യുക, അതും ഇല്ല. വഹും ലാ യുലമൂൻ, പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും അവസാനത്തെ വാക്യം വഹും ലാ യുലമൂൻ എന്നതാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ദീന്റെ സുന്ദര രൂപം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉൽമ്, അനീതി, അക്രമം, തീവ്രവാദം, ഭീകരവാദം ഒന്നും ഈ ദീനില്ല എന്ന് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ദീനാണ് ബഹുമാനപ്പെട്ട ദീൻ ഇസ്ലാം. അതിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ വാക്യം തന്നെ വഹും ലാ യുലമൂൻ. ഞാനിപ്പോൾ ഇവിടെ മക്കയിൽ ഹജ്ജിന് വേണ്ടി വന്നതാണ്. ദുൽഖഅദ മാസത്തിലാണ് ഇപ്പോൾ നാം എല്ലാം നിലകൊള്ളുന്നത്. ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട സ്തംഭമാണ് ഹജ്ജ് കർമ്മം. ഹജ്ജിനെ പറ്റി മൊത്തത്തിൽ ഒരു നിർബന്ധമായിരിക്കുന്ന അമലാണ് എന്ന് മൊത്തത്തിൽ ഏവർക്കും അറിയും. ഇസ്ലാമിന്റെ 5ാം സ്തംഭമാണ് ഹജ്ജ് എന്നത്. ഹജ്ജ് നിർബന്ധമാണ് എന്നതും അത് കഴിവുള്ള ആളുകൾക്കാണ് നിർബന്ധം എന്നതും മൊത്തത്തിൽ എല്ലാവർക്കും അറിയും. പക്ഷെ അധികാരികൾക്കും ചിന്തിക്കാത്തൊരു ഭാഗം കഴിവത്ര എന്നതിൽ ആണ് ചിന്ത മേഖല എത്താത്തത്.
കഴിവ് എത്ര വേണം, അത് ശരിയായിട്ട് പറഞ്ഞ കഴിവ് എത്ര, നാം മൊത്തത്തിൽ മനസ്സിലാക്കുന്ന കഴിവ് എന്ത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഹജ്ജ് കഴിവുള്ളവർക്കാണ് ഫറള് എന്നവരെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിവെത്ര എന്നത് അധിക പേരും മനസ്സിലാക്കാത്ത പോലെ ഇരിക്കുകയാണ്. ശരിയായിട്ട് അംഗീകരിച്ച കഴിവ് എന്ന് പറഞ്ഞാൽ ഇവന്റെ കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായൊരു വീട്, പിന്നീട് ഇവൻ ഹജ്ജിന് പോകുന്ന സമയത്ത് അവർക്ക്, അതായത് ഒരു ഹജ്ജ് യാത്ര ഒരു 1.5 മാസമുണ്ട് എന്ന് വെക്കുക. ആ 1.5 മാസത്തിൽ അവൻ ചെലവെടുക്കൽ നിർബന്ധമുള്ള ആളുകൾക്ക് ചെലവുകൾ കൊടുക്കാനുള്ള വക, പിന്നെ അവന്റെ പോകാറുള്ളത്, ഇവന്റെ കുടുംബത്തെ ഇങ്ങനെ ഒത്താൽ ഇവൻ ഹജ്ജിന് കഴിവുള്ളവനായി. ശരീഅത്തിൽ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത്, അവന്റെ മക്കളെല്ലാം കെട്ടിച്ചു, ആൺമക്കളൊക്കെ പെണ്ണെട്ടി, എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊക്കെ വീടെടുത്തു, അതിന് ശേഷം വല്ല ബാലൻസ് വന്നാൽ ഹജ്ജ് നിർബന്ധം, ഇതാണ് കഴിവ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പൊ ശരിയായിട്ട് അംഗീകരിച്ച കഴിവ് അങ്ങനെയല്ല. ഇവന്റെ ആകെ സ്വത്ത് അവന്റെ പണമായിട്ടോ സമ്പത്തായിട്ടോ വേറെ വലിയ വില കിട്ടുന്ന വൃക്ഷമായിട്ടോ എന്തെങ്കിലും അവന് സമ്പത്ത് ഉണ്ടെങ്കിൽ ഇവന്റെ പാർപ്പിടം, അവന്റെ കുടുംബം താമസിക്കാനുള്ള സൗകര്യമുള്ളൊരു വീട്, അത് കഴിച്ച് ബാക്കി ഇവന്റെ ഏതെങ്കിലും നിലക്ക് സമ്പത്തിൽ ഇവന്റെ ഈ ഹജ്ജ് യാത്രക്കുള്ള ചെലവ്, ആ കാലഘട്ടത്തിൽ അവർക്ക് ചെലവ് കൊടുക്കുക നിർബന്ധമുള്ള ആളുകൾക്കുള്ള ചെലവ്, അതിന് വല്ല വാഴ കിട്ടിയാൽ അവൻ കഴിവുള്ളവനായി. ഹജ്ജ് അവൻ നിർബന്ധപ്പെട്ടു. ഇത്രത്തോളമാണ് കഴിവ് എന്ന് അധിക ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. ഇല്ല. അപ്പൊ ഇവൻ താമസിക്കുന്ന വീട് അത് ഒരു 1/2 ഏക്കറിന്റെ ഉദാഹരണം. അപ്പൊ ആ വീട് അതിന്റെ അത്യാവശ്യം എവിടെയും കഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം ഹജ്ജിന് വേണ്ടി വെക്കേണ്ടി വരും. അത് പ്രകാരം അവന്റെ കച്ചവട സാധനങ്ങൾ, അതിന് മറ്റു സംബന്ധി എന്തായാലും പണമാവട്ടെ, മറ്റു പണം വില കിട്ടുന്ന ഏത് വസ്തു ആണെങ്കിലും ഈ ആവശ്യത്തിന് വേണ്ടി അവൻ വിൽക്കൽ നിർബന്ധമാണ്. എന്നല്ലാതെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി പൈസ ബാലൻസ് ആകുക, ഇതാണ് കഴിവ് എന്നതിനർത്ഥമില്ല. അപ്പൊ മിക്ക ആളുകൾക്കും 75% ആളുകൾക്കും ഹജ്ജ് നിർബന്ധമുള്ളവരാണ്. അപ്പൊ കഴിവ് എത്രയാണ് എന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും അധിക ആളുകളും ഈ കഴിവ് ശരിയായിട്ടൊത്ത കഴിവുണ്ടായിട്ടും ആ ഭാഗത്തേക്ക് കൂടുതൽ മുന്നിട്ട് വരാതിരിക്കാൻ കാരണം. അപ്പൊ ശരിയായിട്ട് അംഗീകരിച്ച കഴിവ് എന്ന് പറയുന്നതാണ്. ആ കഴിവിന്റെ അപ്പുറം വല്ലവനുണ്ടെങ്കിൽ ഇതിനു വേണ്ടി അവനത് വിറ്റിട്ട് സാധനം, ഇത്രത്തോളം ഇവന്റെ വീട് അവനോട് യോജിച്ച വലിയൊരു വീടാണ്, എന്നാൽ തന്നെ ശരിയായിട്ട് പറഞ്ഞത് ആ വീട് വിറ്റിട്ട് അവനോട് അനുയോജ്യമായൊരു വീട് വാങ്ങി ബാക്കിയുള്ള ബാലൻസ് സംഖ്യ ഹജ്ജിലേക്ക് ചെലവഴിച്ചോളണം എന്നാണ് ശരിയായിട്ട് പറഞ്ഞത്. അങ്ങനെ ഈ പറഞ്ഞ കഴിവും കാര്യമൊക്കെ ഉണ്ടായിട്ടുള്ള ആള് അതിലേക്ക് ഛർദ്ദിക്കാതെ ഹജ്ജും ഉംറയും അനുഷ്ഠിക്കാത്ത രീതിയിൽ മരണപ്പെട്ടു പോയാൽ വളരെ ഭയങ്കരമായൊരവസ്ഥയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇവരെ പറ്റി പറഞ്ഞത്. യമുത്ത് ഇൻഷാ യഹൂദിയൻ ഔ നസറാനിയ, യഹൂദിയായിട്ടോ നസറാനിയായിട്ട് ചത്തുപോട്ടെ എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞത്. അപ്പം ഹജ്ജ് നിർബന്ധം, അതിന്റെ കഴിവ് എത്ര എന്ന് മനസ്സിലാക്കിയിട്ട് ആ കഴിവ് ഉൾക്കൊണ്ട ആളുകൾ ഈ ഹജ്ജ് കർമ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.
ബഹുമാനപ്പെട്ട ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശരിയായ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജസ സ്വർഗമല്ലാണ്ട് എന്താണ് കൊടുക്കാനുള്ളത് എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അവരെ കഴിവ് ശരിക്ക് പരിശോധിച്ചുകൊണ്ട് സൗകര്യമുള്ള കൊല്ലങ്ങളിൽ മരണത്തിന് മുമ്പായി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ പരിപാടിയൊക്കെ തയ്യാറാക്കുന്ന ആളുകൾക്ക് എന്റെ സഹായികൾക്കും രണ്ടു വീട്ടിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും തിരിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. പോരെ നമ്മൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളാണ് കേൾക്കുന്ന ആളുകൾ. അതുപോലെ ജോലിയിൽ പല ആൾക്കാർക്കും ഇല്ലാത്ത ആളുകൾ വിഷമ ജോലിയിലെ നിയമ പ്രശ്നങ്ങൾ അങ്ങനത്തെ ജോലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്നൊരു പാർട്ടി നമ്മുടെ ശ്രോതാക്കൾ അധികവും ഗൾഫുമായി ബന്ധപ്പെട്ട് ഗൾഫ് ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ പ്രത്യേകിച്ചും പല ആളുകൾക്കും വിഷമവും ബുദ്ധിമുട്ടും ജോലി സംബന്ധമായ റെക്കോർഡും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭമാണ്. അതിനൊക്കെയുള്ള പ്രതിവിധി പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥനയ്ക്ക് മാത്രമേ അല്ലാഹുവിന്റെ തീരുമാനം മാറ്റാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തീരുമാനിച്ചൊരു തീരുമാനം അത് മാറ്റണമെങ്കിൽ ഒന്നിരിക്കൽ പ്രാർത്ഥന, അതല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ, ഈ രണ്ടാല് വസ്തുവിന് മാത്രമേ തീരുമാനം മാറ്റാൻ കഴിയുള്ളൂ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുകയുണ്ടായി, നാം സാധാരണ പറയാറുണ്ട്, ഛർദിച്ചോ എന്നാ ദുഃഖിക്കണ്ട, നല്ലോ കരുതിക്കോ എന്നാൽ ഖേദിക്കണ്ട എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. ഛർദ വേണ്ടെന്ന് തന്നെ. പക്ഷേ ഉദാഹരണത്തിന് ഒരു വ്യക്തി നല്ലോണം ഛർദിച്ചിട്ട് മാത്രമാണ് റോട്ടിൽ നടക്കുള്ളൂ, വളരെ സൈഡിൽ 4 ഭാഗത്തും നോക്കിയിട്ട് വളരെ ഛർദിച്ച് നടക്കുകയാണ്. പക്ഷെ അല്ലാഹു തആലാന്റെ തീരുമാനം അവൻ വാഹനം കുത്തി മരിക്കും എന്നതാണ് അല്ലാഹുവിന്റെ തീരുമാനം എങ്കിൽ ആ സമയത്ത് ഒരു വാഹനം അവന്റെ വേഗം കൂടാണ്ട് വരും, ആ സൈഡ് കൂടെ എന്റെ പുറത്താണ്ട് വരും. അവൻ ഛർദിക്കാത്തതുകൊണ്ടല്ല, വളരെയധികം ഛർദിച്ച് നടക്കുന്ന ആളാണ്. ഇങ്ങനത്തെ വിഷയത്തെപ്പറ്റി പുണ്യനബി പറഞ്ഞത്, ലാ യുഗ്നി ഹദറും മിനൽ ഖദർ, ഷറദ അള്ളാന്റെ ഖദറിനെ ഓവർടേക്ക് ചെയ്യാൻ ഷർദക്ക് കഴിയൂല. ഷർദ തോട്ടിലാണെങ്കിലും ഖദറിന്റെ വീടാണെങ്കിൽ അള്ളാന്റെ ഖദർ എന്നിട്ട് വന്നാൽ, ആ സമയം കൊണ്ട് വന്നാൽ ഷറദിയും മറ്റുമൊക്കെ തോട്ടിച്ച് കാണിച്ചാടും. ഏത് ഷർദ ഉണ്ടായിട്ടും കാര്യമില്ല, ആ ഖദർ നടക്കും എന്ന് പറഞ്ഞ ഹദീസിന്റെ മറ്റു ഭാഗത്ത് പുണ്യനബി പറഞ്ഞ്, പക്ഷേ വദ്ദുആഉ പ്രാർത്ഥന യൻഫഉ ലിമാ നസല വമാ ലം യൻസിൽ, ഇറങ്ങിയനും ഇറങ്ങാനുള്ളതിനും പറ്റും ദുആ. ഇറങ്ങിയ അപകടത്തിനും ദുആ പറ്റും, ഇറങ്ങാനുള്ളതിനും പറ്റും. ഷറദ അതൊന്ന് വേണ്ടത് തന്നെയാണെങ്കിലും അള്ളാന്റെ ഖളാഇനെ ഓവർടേക്ക് ചെയ്യാൻ ഷറദക്ക് കഴിയില്ല. ഇത് ഖളാ നടക്കും. പിന്നെ ഖളാ നടക്കാതിരിക്കാനുള്ളൊരു വഴി ഒന്നിരിക്കൽ ദുആ, അത് ഇറങ്ങിയ അപകടത്തിനും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ റബ്ബുൽ ബലാ, ദാനധർമ്മം ബലാല് മുസീബത്തിനെ തട്ടിമാറ്റും. ഇങ്ങനെ ദാനധർമ്മം ദുആ ഇത് മാത്രമേ അള്ളാന്റെ തീരുമാനത്തിന് മാറ്റാൻ കഴിവുള്ള വസ്തു ഉണ്ടെങ്കിൽ ഉള്ളൂ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സന്ദർഭത്തിൽ ഗൾഫ് പ്രശ്നം മറ്റും നടക്കുന്ന ഈ സമയത്ത് നമുക്കെല്ലാവർക്കും വേണ്ടി എല്ലാവരും തമ്മിൽ പ്രാർത്ഥിക്കണം. ഈ സന്ദർഭത്തിൽ ഞാനും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള വിഷമങ്ങൾ അതൊക്കെ നല്ല നിലയ്ക്ക് റബ്ബുലിടത്ത് രക്ഷപ്പെടുത്തി തരട്ടെ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അല്ലാഹു തആല സലാമത്തും ഖൈറ് നൽകട്ടെ. അങ്ങനെ ഗൾഫ് സഹോദരന്മാർ നമ്മുടെ നാടുകളിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, പല സാധുക്കൾക്കും സഹായിക്കുന്നവരുണ്ട്, പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഇതിനൊക്കെ സൗകര്യപ്പെടണമെങ്കിൽ അവർക്കുള്ള ജോലിയിലും മറ്റും വിഷമങ്ങളൊക്കെ ഇല്ലാതിരിക്കണം. അല്ലാഹു തആല അവർക്കുള്ള വിഷമങ്ങളെല്ലാം തീർത്ത് അല്ലാഹു തആല നമുക്കും അവർക്കും എല്ലാ സലാമത്തും വിജയം പ്രദാനം ചെയ്യട്ടെ.
അവസാനമായിട്ട് നമ്മളെ മരണപ്പെട്ടു പോയ മഹാന്മാർ, നമ്മളെ കുടുംബാദികൾ, നമ്മളെ സഹായികൾ, മരിച്ചുപോയവർ, അവരുടെ പേരിലുമൊക്കെ ഒരു ഫാത്തിഹ ഓതി നമുക്ക് പ്രാർത്ഥന നടത്തി അവസാനിപ്പിക്കാം. ഫാത്തിഹ.